ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളേജ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ വല്ല ചീത്തവിളി ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ കൊണ്ട് മെൻഷൻ ചെയ്യാൻ നിങ്ങൾ 100% ശ്രമിക്കുക. അതോടൊപ്പം വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത് സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഇത് എപ്പോഴാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത്, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ അറിയാതെ മോൺ ബോക്സ് മേടിച്ചു ബ്രോ, അപ്പം ഇനി അത് എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് അതിൽ വല്ല പൈസ കിട്ടുമോ ഇല്ലെങ്കിൽ വല്ല ഉപകാരം ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് അത് സെല്ല് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവൻ്റെ അനൗൺസ്മെൻറ്റ് പേജിലേക്ക് പോയിട്ട് നിങ്ങൾ കുറച്ച് അറിയേണ്ട കാര്യങ്ങളുണ്ട് അതും കൂടി പറഞ്ഞു തന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, നമുക്കത് എങ്ങനെയാണ് സെല്ല് ചെയ്യുക ഈ മോൺ ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ റീസെൻ്റ്ലി അവൻ്റെ അനൗൺസ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഹൗ ടു വിഡ്രോ സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, കുറേ ആൾക്കാർ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇത് വിഡ്രോ ചെയ്യുക. ഞാനപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് CEXലേക്കൊന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഗ്യാസ് ഫീ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതേ കണക്ക് തന്നെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. വിത്ത് ജസ്റ്റ് 22 hours ലെഫ്റ്റ് അണ്ടിൽ ദ സീഡ് ലിസ്റ്റിംഗ്, ദ ടോപ്പ് ക്വസ്റ്റ്യൻ ഓൺ എവരി വൺ മൈൻഡ് ഈസ് ഹൗ ഡു ഐ വിഡ്രോ സീഡ് ടു CEX. അപ്പോൾ എങ്ങനെയാണ് ഈ എക്സ്ചേഞ്ചിലേക്കൊക്കെ ഞാൻ മാറ്റുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർ അതിന് ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, യു വിൽ നീഡ് ടു വിഡ്രോ സീഡ് ടു യുവർ വാലറ്റ് ഫസ്റ്റ് അറ്റ് 11 AM UTC ടുമാറോ എന്നാണ്. അപ്പോൾ ഈ 11 AM എന്ന് പറയുന്നത് ഇത് ശരിക്കും വേറൊരു എക്സ്ചേഞ്ചിലൊക്കെ എപ്പോഴാണ് ലിസ്റ്റ് ആവുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ എപ്പോഴാണ് ലിസ്റ്റ് ആവുന്നതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിവിടെ ട്രേഡിംഗ് ഓപ്പൺ ആവുന്നത് 4/1/10 UTCയിലാണ്. അപ്പോൾ നമുക്കിത് എപ്പോഴാണ് ആക്കാൻ പറ്റുക, ഇത് സാധനം ലിസ്റ്റായിട്ട് നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നമുക്കിത് എല്ലാ എക്സ്ചേഞ്ചിലേക്കും വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്യൂ വാലറ്റിലേക്ക് നമ്മൾ വിഡ്രോ ചെയ്യേണ്ട ഒരു ഓപ്ഷനും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു എക്സ്ചേഞ്ചിലേക്ക് മാറ്റി ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ വളരെയധികം പറഞ്ഞാൽ വളരെയധികം വാല്യൂ ഒക്കെ കുറഞ്ഞിട്ടായിരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നമുക്ക് കിട്ടാൻ പോകും. നിങ്ങൾക്ക് പല പ്രൊജക്റ്റുകളും നമുക്ക് റീസെൻ്റ്ലി അറിയാൻ പറ്റും, എല്ലാം ലിസ്റ്റായി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ബിഫോറോ ആഫ്റ്ററോ നമുക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മളെല്ലാവരും ചാടിക്കയറി അത് ക്ലെയിം ചെയ്യാൻ നോക്കുമ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റൊക്കെ വളരെയധികം എറർ കാണിക്കും. അങ്ങനെ എറർ കാണിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഈ സാധനം പെട്ടെന്ന് കിട്ടില്ല, കിട്ടുമ്പോഴേക്കും വളരെയധികം വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ ഒക്കെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $0.04992 ആണ്. അതും 49 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ തന്നാലാണ് അത്രത്തോളം ഒരു വാല്യൂ വരിക. അത് നമ്മൾ ഈ മെക്സിയിലെ മിനിമം വിഡ്രോയിൽ വെച്ചിട്ടാണ് ആ ഒരു വാല്യൂ എടുത്ത്. മേ ബി അതിനേക്കാളും ഒരു വാല്യൂ ഒക്കെ കുറഞ്ഞെന്ന് പറഞ്ഞാൽ വളരെയധികം ഡസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റായിട്ട് മാറാനുള്ള സീഡ് നമുക്ക് എന്താണ് അവിടെ കിടക്കുന്നുണ്ട്. ആൾറെഡി തന്നെ ഇങ്ങനെയുള്ള ടെലിഗ്രാം പ്രൊജക്റ്റൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെയധികം ഡസ്റ്റാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഈ സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് കഴിഞ്ഞ 1 വർഷമായിട്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഫാമിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനിടയിൽ സ്നാപ്ഷോട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടുവന്നു, 3-4 പ്രാവശ്യം TG ഡേറ്റ് മാറ്റി, അങ്ങനെയുള്ള എല്ലാം കൊണ്ടുവന്ന് ഇപ്പോൾ phase 2 കൊണ്ടുവന്നു. ഒരുപാട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കുക, തീർച്ചയായിട്ടും ആണ് ഇതിലൊക്കെ ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചിട്ട് കുറേ എമൗണ്ട് കൊണ്ടിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ എമൗണ്ട് കൊണ്ടിടുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു റിട്ടേൺ തീർച്ചയായിട്ടും കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല കിട്ടുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ അത്രത്തോളം വളരെ വാല്യൂ കുറവാണ് ഈ ഒരു ടോക്കൺ വരാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു സീഡ് മോൺ ബോക്സ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുക. അപ്പോൾ കുറേ ആൾക്കാർ ഏറ്റവും മേജറായിട്ടൊരു ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു സീഡ് മോൺ ബോക്സ് ഞാൻ ദൈവമേ മേടിച്ചു പോയല്ലോ, ഞാൻ ഇതെങ്ങനെയാണ് ഇനി സെല്ല് ചെയ്യുക, ഇനിയിപ്പോൾ സെല്ല് ചെയ്യാൻ പറ്റില്ല, ഇത് എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു NFT പോലെ തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു മാജിക് തന്നെ എടുത്താൽ നമ്മൾ പൗസിൻ്റെ ഒരു NFT മേടിച്ചു, എന്നിട്ട് അത് ആ സമയത്ത് ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ നമുക്കതൊക്കെ പൈസ ആക്കാൻ പറ്റുന്നു. ഫോർ എക്സാമ്പിളിനാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്, പൗസ് ഒന്നും ലിസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മനസ്സിലൊരു ബോധമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു NFT ആണ്, ഇല്ലെങ്കിൽ ഒരു NFT വൗച്ചറാണ് ഇവൻ്റെ ഒരു ബോൺ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ളത്. അപ്പം ഞാൻ തന്നെ ആദ്യം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, എനിക്കാകെ 300 സംതിങ് ഒരു ടോക്കൺസ് ഒക്കെയാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 200 ടോക്കൺസ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു മോൺ ബോക്സ് മേടിച്ചു. എനിക്ക് അതിൽ കോമണോ അൺകോമണോ സാധാരണ വളരെ ചുരുങ്ങിയിട്ടുള്ള ഒരു NFT ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അവിടെ 2 ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു 8 സൂയി ടോക്കൺ കൊടുത്താലാണ് ഒരു മോൺ ബോക്സ് കിട്ടുക. അപ്പോൾ ഈ 8 സൂയി ടോക്കൺ കൊടുത്ത് വാങ്ങിയ ആൾക്കാർക്ക് ഇപ്പോൾ അത് വിൽക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഹയസ്റ്റ് ബിഡ് വാല്യൂ ഒക്കെ നോക്കുമെന്ന് പറഞ്ഞാൽ വളരെയധികം കുറവാണ്. അപ്പോൾ അവർക്കും വളരെയധികം വാല്യൂ ഒക്കെ നഷ്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ സീഡ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇത് എങ്ങനെയാണ് ക്ലെയിം ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് സെല്ല് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിവിടെ മാർക്കറ്റ് ഇതിലിപ്പോൾ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ 178 ടോക്കൺസ് ഇവിടെ കിടക്കുന്നുണ്ട്. അത് മാറ്റാനുള്ള
കാര്യം ഇല്ലെങ്കിൽ എങ്ങനെയാണ് വാലറ്റിലേക്ക് മാറ്റുകയെന്ന് ഞാൻ അത് എന്തായാലും ലിസ്റ്റ് ആയ സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം, ലൈവായിട്ട് വരാം. ഇല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബോധമൊക്കെ അതിന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മാർക്കറ്റ് എടുത്തു. ഈ മാർക്കറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ സീഡ് മോൺ ബോക്സ് ഒക്കെ സെല്ല് ചെയ്യാനും വാങ്ങാനും അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ അവർ ട്രേഡിങ്ങിന് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഈ ട്രേഡ് പോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റിലാണ് ഇല്ലെങ്കിൽ അവരുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ഈ സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് കിടക്കട്ടെ. അപ്പോൾ നിങ്ങളോട് ആദ്യം ചെയ്യേണ്ടത്, ഇതിൽ നിങ്ങൾ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സ്യൂ വാലറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആൾറെഡി കണക്ട് ചെയ്ത് എന്താണ് സ്യൂ വാലറ്റിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു വെബ്സൈറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞു ഇത് വളരെയധികം പെട്ടെന്നാണല്ലോ ബ്രോ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വളരെ സ്ലോ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഈ സീഡ് മോൺ ബോക്സ് ട്രേഡ് പോഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇൻഡു മാർക്കുള്ള ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. ടച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിങ്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കോപ്പി ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഇവിടെ നിന്നൊന്നും കണക്ട് ചെയ്യാൻ നോക്കരുത്. കണക്ട് ചെയ്യാൻ നോക്കിയാലും നിങ്ങൾക്ക് അവിടെ സ്യൂ വാലറ്റ് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആവാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസും അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് ഇവിടെ എടുക്കാൻ പോകുന്നത് സ്യൂ വാലറ്റിൻ്റെ ആപ്പാണ്. ഈ ആപ്പ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുക, ഇല്ലെങ്കിൽ ഇനിയും നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിൽ നിന്ന് സ്യൂ വാലറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ട് ആ സീഡ് ബോക്സിൽ അവിടെ സ്യൂ വാലറ്റിൻ്റെ അവിടെ കണക്ട് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സ്യൂ വാലറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ആ ട്രേഡ് പോഡിൻ്റെ ലിങ്ക് നിങ്ങൾ എവിടെ ചെയ്യണം, ഇവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കാനുണ്ട്. എന്താ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്യൂ ടോക്കൺ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാനും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു ബോക്സ് മോൺ ബോക്സ് സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിനൊക്കെ ഓരോ ചാർജ് അവർ പിടിക്കുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക, ഞാൻ പറയാനാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും കുറച്ചെങ്കിലും ഒരു സ്യൂ ടോക്കൺ ഇതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നാളെ ഈ സമയത്ത് ഈ ലിസ്റ്റ് ആയാലും ഇപ്പോൾ 4 മണിക്ക് 4:30 ആകുമ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയാലും നമുക്ക് എന്ത് ചെയ്യണം, അത് സ്വാപ്പ് ചെയ്യണം. അങ്ങനെ സ്വാപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എന്ത് വേണം, സൂയി എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ വേണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് സൂയി നെറ്റ്വർക്കിലാണ് ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇത് എവിടെയാണ് ഈ ലിങ്ക് കൊണ്ടിടുക, നേരെ ഇവിടെ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ ഉണ്ട്. ഈ ഒരു ആപ്പ് എന്ന സെഷനിൽ സെർച്ച് ഫോർ ഓർ എൻ്റർ എ URL എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ മേലെ കിടക്കുന്നുണ്ട്. അവിടെ ഒന്ന് ചെയ്തിട്ട് നേരെ അവിടെ താഴെയുള്ള ഒന്നും നിങ്ങൾ നേരത്തെ ഓപ്പൺ ചെയ്യേണ്ട, നേരെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഗോ കൊടുത്തു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ ട്രേഡ് പോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് വരും. അപ്പോൾ ആൾറെഡി തന്നെ നമ്മൾ ഈ സ്യൂ വാലറ്റ് നമ്മുടെ ടെലിഗ്രാം അക്കൗണ്ടായിട്ട് സീഡ് അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ NFT ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ സെൽ നൗ ഇൻസ്റ്റൻറ്റ് സെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതിൽ ഹയസ്റ്റ് ബിഡ് എന്ന് പറഞ്ഞാൽ 2.62 സ്യൂയിലൊക്കെയാണ് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുക, വിൽക്കാൻ പറ്റുക. അപ്പോൾ ഞാനിവിടെ സെൽ നൗ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സെൽ നൗ എന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് ഹാവ് എനി, ഇത് കുറച്ച് നേരം വരും. എന്താണെന്ന് പറഞ്ഞാൽ അത് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ വാലറ്റിൽ ഉള്ളത് നമുക്ക് എന്താണ് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റിയില്ല, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി സ്യൂ വാലറ്റ് കണക്ട് ആയില്ലെങ്കിൽ നേരെ ഈ മെനു സെഷനിലേക്ക് വരിക. ഇവിടെ വന്നിട്ട് ഇവിടെ വാലറ്റ് സെഷൻ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ വാലറ്റ് സെഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് സൈൻ മെസ്സേജ് വരും. അപ്പോൾ ഈ സ്യൂ വാലറ്റ് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആവും. ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ സ്യൂ വാലറ്റ് സൈൻ ഇൻ വരാനും ഈ ഒരു വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് വീണ്ടും ഹോം പേജിലേക്ക് തന്നെ വന്നു. എന്നിട്ട് ഇവിടെ സെൽ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കറൻറ്റ് കളക്ഷൻ ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും ബിഡായിട്ട് ഏറ്റവും കുറഞ്ഞിട്ടുള്ള പ്രൈസിൽ നമുക്ക് എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യു ആർ എബൌട്ട് ടു അക്സെപ്റ്റ് ദ ബിഡ് അറ്റ് 2.63 സൂ ദിസ് NFT വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ ന്യൂ ഓണർ. അപ്പോൾ നമുക്ക് എന്താണ് അപ്പോൾ തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് കളക്ഷൻ ബിഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എറർ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ പ്രാവശ്യം എറർ വരാം, ഡിസ്കോഡിൽ ടിക്കറ്റ് റേസ് ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും റീഫ്രഷ് ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഒന്ന് ഇടയിൽ കട്ടായത് അതവിടെ എറർ എഗെയിൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന കാരണമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് ക്ലിക്ക് ചെയ്തു, റീഫ്രഷ് ചെയ്തു, വീണ്ടും ചെയ്തപ്പോൾ എനിക്ക് എന്ത് വന്നു, ഓണർഷിപ്പിൻ്റെ ട്രാൻസ്ഫർ സൈനിങ് മെസ്സേജ് എനിക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്രൂവ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്രൂവ് എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ട്രാൻസാക്ഷനും എന്തൊക്കെയാണ് അവിടെ നിന്ന് മാറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പോകുന്നത്. എത്രത്തോളം പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ കയ്യിലുള്ള NFT മാറ്റുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ക്ഷമയുണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു ബോക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റുന്നത് ഇല്ലെങ്കിൽ മാറുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിലാണ്, അതുപോലെ തന്നെ SUV ഇതിലാണ് നമ്മൾ
ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്താണ് ഇങ്ങനെയുള്ളൊരു NFT ഒക്കെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ NFT മാറ്റുമ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. എന്തൊക്കെ ആ ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വീഡിയോ കട്ടാവുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പ്രാവശ്യം ഈ ഡിസ്കോഡിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് മേലെ വന്നിട്ടുണ്ടാവും. ആ ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഒന്ന് റീഫ്രഷ് ചെയ്യുക. നല്ലൊരു നെറ്റ് കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം ഞാൻ ചെയ്ത പോലെ തന്നെ സക്സസ്ഫുൾ ആക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ തന്ന സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, NFT ഇപ്പോൾ സെല്ല് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഒരു സഡൻ ടൈമിൽ തന്നെ മേ ബി നമുക്ക് എന്ത് കിട്ടില്ല, ഈ ഡോളേഴ്സൊന്നും നമ്മുടെ ഒരു വാലറ്റിൽ ആഡ് ആയിട്ടുണ്ടാവില്ല. എന്താണെന്ന് പറഞ്ഞാൽ ആ സെല്ലറെ അക്സെപ്റ്റ് ചെയ്ത് സൈൻ ചെയ്ത് ആ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ഈ ഒരു SU ടോക്കൺ നമുക്ക് ഇതിലേക്ക് കിട്ടുക. അപ്പോൾ എനിക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, SU ടോക്കൺ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലവരിൻ്റെയൊക്കെ ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ വാലറ്റിലേക്ക് എങ്ങനെയാണ് ബ്രോ ഈ ഒരു മോൺ ബോക്സ് ആഡ് ചെയ്യുക എന്നുള്ളൊരു ഡൗട്ടും കൂടി നമ്മുടെ ഈ സീഡിൽ കിടക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി ഞാൻ എന്ത് തരാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നേരെ ഇവിടെ ഈ ഒരു സീഡിൻ്റെ ആപ്പിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഈ ഒരു ആപ്പിൽ ഇവിടെ ഒരു വാലറ്റ് സെഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കുറേ അവിടെ കട്ടായിട്ടുണ്ടോ, എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിലേ ആയതുകൊണ്ട് മാത്രമാണ് കട്ടായത്, അല്ലാതെ എൻ്റെ തെറ്റുകൊണ്ടല്ല നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ ആൾറെഡി ഈ ഒരു സ്യൂ വാലറ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സീഡിൻ്റെ ഈ ഒരു അല്ലെങ്കിൽ ആപ്പ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടെ ഒരു കോമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു NFT ആണ് ഞാൻ എന്ത് ചെയ്തത്, വിറ്റത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, വാലറ്റ് സീഡിങ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് സ്വാപ്പ് ചെയ്യാൻ പറ്റും. സ്വാപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ SLOW എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ SLOW എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ സീഡ് മോൺസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സീഡ് ബോക്സ് ഇവിടെ ഞാൻ ഇപ്പോൾ ആൾറെഡി ഇത് മാറ്റിയല്ലോ, അതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ സീഡ് ബോക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വാലറ്റിലേക്ക് മാറ്റണം. എന്നാൽ മാത്രമാണ് ആ ഒരു ട്രേഡ് പോർട്ടിൽ നിങ്ങളുടെ വാലറ്റിൽ ആ NFT അവിടെ എന്ത് ആവുള്ളൂ, ഹോൾഡ് ആവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ക്ഷമയോടെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് പൈസയാക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഈ വീഡിയോൻ്റെ ഇടയിലൊക്കെ സ്റ്റക്കായ കാരണം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ വന്ന് ഇടുക. ഞാൻ എന്ത് ചെയ്യാം, എന്തായാലും ഗൈഡ് ചെയ്യാം. എന്താണെന്ന് പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് വേറെ പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയെങ്കിലും കിട്ടട്ടെ. ആൾറെഡി മേടിച്ച ആൾക്കാർക്ക് $5 ആയിക്കോട്ടെ അല്ലെങ്കിൽ $6 ആയിക്കോട്ടെ, ആ ഒരു NFTക്ക് എല്ലാത്തിനും പൈസ കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അപ്പോൾ ആൾറെഡി തന്നെ ഇത് ലിസ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഇവൻ്റെ NFT വിറ്റിട്ട് നമുക്ക് കാശാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഈ ഒരു NFTയുടെ പ്രോഫിറ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടിയ ഫ്ലോർ പ്രൈസിൽ കിട്ടിയ ഒരു ഡോളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു $6 അപ്രോക്സിമേറ്റ്ലിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഇടണം. എന്നാൽ മാത്രമാണ് എനിക്ക് അറിയുള്ളൂ, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ടെലിഗ്രാം ചാനലും ജോയിൻ ആയി എന്ന് പറഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടുത്തെ ഗ്രൂപ്പിൽ നിങ്ങൾ ഇടുക. അവിടെ നിന്ന് അറിയാവുന്ന ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും പറഞ്ഞു തരും. എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൽ പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു NFT ഈ ഒരു സീഡ് മോൺ എന്ന് പറഞ്ഞിട്ടുള്ള NFT സെല് ചെയ്യാൻ ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്താനോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എന്നെ അപ്രോച്ച് ചെയ്തോ, ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ഒരുപാട് വെയിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കുറേ ആൾക്കാർക്ക് അയക്കാനും ഇത് എങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ 4:30 നമ്മുടെ സീ ടോക്കൺ ലിസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്താണ് ലൈവൊക്കെ വരാം, ഇല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വരാം. എനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയാം, നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.